നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു സൂര്യ മന്ത്രത്തെ പറ്റിയിട്ടാണ്. വളരെ പുരാതന കാലം മുതലേ കേരളത്തിലും ഭാരതത്തിലും നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു ആരാധന സമ്പ്രദായമാണ് സൂര്യഭഗവാന്റേത്. നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് സൂര്യഭഗവാൻ. അതുപോലെ തന്നെ സൂര്യഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ വളരെ വേഗം ഫലങ്ങൾ നൽകുന്നവയാണ്. ഈ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ആഗ്രഹവും വളരെ പെട്ടെന്ന് ഒരു ദിനമാണ് ഇതിൻ്റെ ജപം പറയുന്നത്. വളരെ ഏകാഗ്രതയോടുകൂടിയും ഭക്തിയോടുകൂടിയും ചെയ്യുന്നവർക്കാണ് ഈ ഒരു ദിനം എന്ന് പറയുന്നത്. അല്ലാത്ത ആളുകൾ, ഏകാഗ്രത കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചുരുങ്ങിയത് 7 ദിവസം ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിട്ടവശങ്ങളുണ്ട്. നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളൊരു കാര്യത്തിന് ശ്രമിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കാതെ നമുക്കതിൻ്റെ ഫലം ലഭിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്ത്രജപം തുടങ്ങേണ്ടത്, ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമ്മൾ എഴുന്നേറ്റ് ശുദ്ധിയായ ശേഷം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈറനായിട്ടുള്ള അവസ്ഥയാണ് വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തുള്ളികളൊക്കെ, ഈ മന്ത്രത്തിൻ്റെ പ്രയോഗം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നദിയിൽ ഇറങ്ങി നിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ സാധ്യതയില്ലാത്തതിനാലാണ് ഈറനണിഞ്ഞ വസ്ത്രത്തോടു കൂടി ഈ ഒരു മന്ത്രജപത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മന്ത്രത്തിൻ്റെ ഋഷിയെ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ തള്ളവിരലും അതുപോലെ തന്നെ ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് നമ്മുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് നാരദ ഋഷി, അതുപോലെ തന്നെ നമ്മുടെ മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അതിധൃതിച്ഛന്ദഃ, അതുപോലെ തന്നെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ഭാർഗവോ ദേവത. അപ്പോൾ ഇത് ഉച്ചരിച്ച ശേഷം നമ്മൾ ധ്യാനമന്ത്രം ജപിക്കുകയാണ്. സൂര്യ സുന്ദരലോക നാദമാമൃതം വേദാന്തസാരം ശിവം ജ്ഞാനം ബ്രഹ്മമയം സുരേശമമലം ലോകൈകദീപ്തം സ്വയം ഇന്ദ്രാദിത്യാമരാദീപം സുരഗുരും ത്രൈലോക്യ ചൂടാമണിം ബ്രഹ്മവിഷ്ണു ശിവസ്വരൂപഹൃദയം വന്ദേ സദാ ഭാസ്കരം. ഈ ധ്യാനമന്ത്രം നിങ്ങൾ 41 ഉരുവാണ് ജപിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഏകാഗ്രതയോട് കൂടിയിട്ട് നമ്മളിത് പഠിച്ച ശേഷം ഇത് 41 ഉരുവാണ് നമ്മളിത് ജപിക്കേണ്ടത്. ശേഷമാണ് നമ്മൾ മന്ത്രജപത്തിലേക്ക് കടക്കുന്നത്. മന്ത്രം പറയാം. ഓം ശ്രീം സൂര്യായ ആദിത്യായ നമ സ്വാഹ. അപ്പോൾ ഈ മന്ത്രം 1008 ഉരുവാണ് നമ്മൾ ജപിക്കേണ്ടത്. നമ്മൾ ഈ മന്ത്രം 1008 ഉരു ജപിച്ച ശേഷം നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ വലത് കൈയിൽ നമ്മൾ അല്പം വെള്ളമെടുത്ത്, ജലമെടുത്ത്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മന്ത്രജപം ചെയ്തതിന് മുമ്പ് ആ വെള്ളം നമ്മൾ എടുത്ത് വെക്കേണ്ടതാണ്. ശേഷം നമ്മൾ വലത് കൈയിൽ ഒരു തുടം വെള്ളം എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് സൂര്യഭഗവാന് സമർപ്പിക്കുന്നു. ശേഷം നമ്മുടെ ആഗ്രഹം, നമുക്ക് ഏത് കാര്യത്തിലാണോ നമുക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതി വരേണ്ടത് നമ്മൾ അവ പ്രാർത്ഥിക്കുക. അവ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ ഉത്തമമായിട്ട് ഈ ഒരു കർമ്മം ചെയ്തെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരു തവണ മാത്രം ചെയ്താൽ മതിയാകും. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഇത് തൃപ്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യണം. അപ്പം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്ത് കഴിയുമ്പം ഇതൊരു സാധനയാണ്, ഇതൊരു സേവാമന്ത്രമാണ്. അപ്പോൾ നമ്മൾ സൂര്യന് കീഴിൽ നമ്മൾ ഏതൊരു ആഗ്രഹവും സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സ്വപ്നത്തിനു മേലും ഒരു വിജയം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൂര്യമന്ത്രം വെച്ച് ഭഗവാനെ സേവിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രത്തെ പറ്റി ഏവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.